ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കുറേ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. നിങ്ങളെല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിച്ചിരിക്കുന്നത്. അതുപോലെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ സങ്കടമില്ലാതെ സന്തോഷത്തിലിരിക്കുക. പുറമേ നിങ്ങൾക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും, ഇപ്പോൾ സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാണെങ്കിൽ പോലും അതെല്ലാം ദൈവം ഏറ്റെടുത്തിരിക്കുക. ഉടമ്പടി വഴി ദൈവം ആഗ്രഹിക്കുന്നത് ഇതാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ആഗ്രഹിക്കുന്നത് ദൈവത്തെ ആശ്രയിച്ച് നിൽക്കണം മനുഷ്യൻ. അപ്പോൾ ദൈവത്തെ മാത്രം ആശ്രയിച്ച് നിൽക്കുക. നിങ്ങളുടെ ബുദ്ധി കൊണ്ട് ഈ പ്രശ്നം എവിടെ പോയി തീരും, എന്താകും, അതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. പ്രശ്നം കൂടുതൽ പ്രതികൂലമാകുമ്പോൾ കൂടുതൽ ആശ്രയിച്ചിരിക്കുക ദൈവത്തോട്. നന്ദി പറയുക. ഇതാണ്. എന്തിനാണ് നന്ദി പറയണത്? ഞാൻ കൂടുതൽ എന്നെക്കൊണ്ടിത് സാധിക്കില്ല ദൈവമേ, നിന്നെക്കൊണ്ട് മാത്രം സാധിക്കൂ. അതെന്നെ വെളിപ്പെടുത്തി തന്നതിന് നന്ദി. ഇല്ലെങ്കിൽ ഞാൻ അഹങ്കരിച്ചേനെ. അഹങ്കരിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോവും. അപ്പോൾ നമ്മളെ എളിമപ്പെടുത്താനാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല സമയത്തും നമുക്ക് തോന്നുന്നത് ഒരു സഹനം തോന്നിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ അതെല്ലാം നമുക്ക് കൃപയാണ്. കൃപയ്ക്ക് വേണ്ടിയിട്ടാണ് ദൈവം തരുന്നത്. ദൈവത്തോട് കൂടുതൽ അടുക്കാൻ. ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ അതൊരു നിലപാടാണ്. ജീവിതത്തിൻ്റെ രീതി മാറണം. നിങ്ങളെ ഒരു 3 മാസം മുമ്പേ കണ്ട ആൾ നിങ്ങൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ ഒരു 3 മാസം കഴിഞ്ഞ് നിങ്ങളെ കാണുമ്പോൾ അയാൾ പറയാൻ പറ്റണം, എന്താ നിനക്ക് ഈ വ്യത്യാസം, എന്താ എൻ്റെ സ്വഭാവത്തിൽ വ്യത്യാസമുണ്ടല്ലോ, നിൻ്റെ സ്വഭാവത്തിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഉടമ്പടി സക്സസ്സായി. ആ പഴയ സ്വഭാവം തന്നെ വെച്ചുകൊണ്ടിരുന്നിട്ട് വലിയ കാര്യമുണ്ടോ? പിന്നെ എന്തിനാ ഉടമ്പടി എടുക്കാൻ? കാര്യങ്ങൾ നടക്കാനാ? അതിനു വേണ്ടിയിട്ടില്ല. നമ്മൾ ദൈവത്തിൻ്റെ കുടുംബത്തിൽ ഒരാളാവുമ്പോൾ ദൈവത്തെ പോലെ ആയിത്തീരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എപ്പോഴും ഉടമ്പടിയിൽ നമ്മൾ ശ്രദ്ധ എന്തായിരിക്കും? എൻ്റെ നിയോഗം നടന്നില്ല, പക്ഷെ ദൈവം വാഗ്ദാനം തന്നിട്ടുണ്ട്. നീ ചോദിക്കുന്നതിന് മുമ്പേ നിനക്ക് ആവശ്യമുള്ളതെല്ലാം എനിക്കറിയാം. മത്തായി 6:8 എനിക്കറിയാം. ദൈവത്തിനെ അറിയുന്ന കാര്യം ഞാൻ അങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം ആഗ്രഹിക്കുന്ന എന്താ? നീ ദൈവരാജ്യം അന്വേഷിക്കുക. അതിൻ്റെ കൂടെ ചേർത്ത് നിനക്ക് ആവശ്യമുള്ളത് നിനക്ക് നൽകപ്പെടും. നമ്മൾ ചോദിക്കുന്നതൊക്കെ ചിലപ്പോൾ നമുക്ക് ആവശ്യമുള്ളതായിരിക്കില്ല, അത് നമുക്ക് പ്രയോജനപ്പെടില്ല. അത് 1 കൊരിന്ത്യർ 6:12 എല്ലാം നിയമാവശ്യമാണ്, പക്ഷെ എല്ലാം നിൻ്റെ നന്മയ്ക്കായി ഭവിക്കില്ല. അപ്പം ചില നമ്മൾ അനുഗ്രഹമാണെന്ന് വിചാരിക്കുന്നത് തന്നെ നമുക്ക് ചിലപ്പോൾ പ്രശ്നമായിട്ട് മാറും. അപ്പോൾ ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യം, എനിക്ക് ആവശ്യമുള്ളത്, എനിക്ക് നല്ലത് അതെനിക്ക് ലഭിച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്. അതായിരിക്കും അറിയാം? ദൈവത്തിന് അറിയാം. സൃഷ്ടാവിന് മാത്രമേ അറിയാവൂ. ആരാ സൃഷ്ടിച്ചത്? അങ്ങേരിക്കല്ലേ അറിയാവോ? അപ്പോൾ അത് എപ്പോഴും അത് ശ്രദ്ധിക്കണം. വല്ലവർ ഹിന്ദി അറിയാത്ത അമ്മയല്ല, ചിലപ്പോൾ വേറെ ഭാഷ, ജർമ്മനി അറിയാത്ത അമ്മ, അല്ലെങ്കിൽ അറബി അറിയാത്ത അമ്മ, ഈ അറബിയോ ജർമ്മനിയോ അറിയുന്ന ആളുടെ പുസ്തകം നല്ലതാണ്, നല്ല സൗന്ദര്യമുള്ളതാണെന്ന് പറഞ്ഞിട്ട് അതുപോലത്തെ ഒരു ബുക്ക് എനിക്ക് വേണമെന്ന് വല്ല ആഗ്രഹിച്ചിട്ട് കാര്യമുണ്ടോ? നിനക്ക് പ്രയോജനപ്പെടില്ല. പ്രൈസ് ദി ലോർഡ്. എൻജിനീയറിംഗ് പഠിക്കുന്ന ആൾക്ക് MBBSൻ്റെ ബുക്ക് കൊണ്ടൊന്ന് കൊടുത്തിട്ട് കാര്യമുണ്ടോ? നിൻ്റെ നിയോഗം എന്താണോ അത് ദൈവം നിനക്ക് തരും. മറ്റുള്ളവരെ കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. അത് അസൂയായിട്ട് മാറും. അസൂയ തന്നെ കോപമായിട്ട് മാറി വെറുപ്പാകും.
പിശാച് നിങ്ങളെ പിശാചിൻ്റെ ആധിപത്യത്തിലേക്ക് എടുക്കും. ഇതൊക്കെയാണ് ഈ ലോകത്തിൻ്റെ വിഷയം. അപ്പോൾ എപ്പോഴും സിമ്പിളാകുക, നമ്മളെ ജീവിതം വളരെ സിമ്പിളാക്കിയിട്ട്, ദൈവമേ നിനക്കറിയാമല്ലോ എനിക്കെന്താ ആവശ്യമുണ്ടെന്ന് നിനക്കറിയാം, ഞാൻ ചെയ്യേണ്ടത് ദൈവരാജ്യം അന്വേഷിക്കുക. ദൈവരാജ്യം എന്താ, എങ്ങനെയാണ് അന്വേഷിക്കുന്നത്? ദൈവം രാജ്യം ചെയ്യുന്നത്, ദൈവം ഭരണം ചെയ്യുന്നതാണ് ദൈവരാജ്യം. പ്രൈസ് ദി ലോർഡ്. അവിടെ രാജാവ് ദൈവമാണ് കമാൻഡർ ദൈവമാണ്, കമാൻഡിങ് പവർ ദൈവമാണ്. കമാൻഡ് എന്ന് പറഞ്ഞാൽ ദൈവം ആഗ്രഹം, ദൈവത്തിൻ്റെ ആഗ്രഹം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവരാജ്യം എന്താ? ദൈവത്തിൻ്റെ മനസ്സറിയുക, ദൈവത്തിൻ്റെ മനസ്സിനെ പോലെ അത് അന്വേഷിക്കുക, അത് ആഗ്രഹിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ മനസ്സ് എന്താ? യോഹന്നാൻ 6:29 പിതാവ് അയച്ചവനിൽ വിശ്വസിക്കുക, യേശുവിൽ വിശ്വസിക്കുക. അതാണ് ദൈവത്തിൻ്റെ മനസ്സ്. പിന്നെ ഒരു ആത്മാവ് പോലും നഷ്ടപ്പെട്ടു പോകരുത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് തന്നെ അന്വേഷിച്ചാൽ മതി. നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഉടമ്പടിക്കുകയും നമ്മൾ പുറത്ത് നടക്കാൻ പോകുമ്പോഴും, ഞാൻ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയാം. നടക്കാൻ പോകുമ്പോൾ ജപമാല കൊണ്ട് നടക്കുമ്പോഴും, നമ്മൾ പത്രം കൊടുക്കാൻ പോകുമ്പോഴും, ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് പത്രം കൊടുക്കുന്നവരെല്ലാം പള്ളിയുടെ മുമ്പിൽ പോയി നിന്നിട്ട് കൊന്ത കണ്ടു കഴിഞ്ഞാൽ അവർക്ക് പത്രം കൊടുക്കും. ഈസിയാണല്ലോ, എതിർക്കില്ല ആരും. പള്ളിയിൽ നിന്ന് ഇറങ്ങി വന്നവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈസിയായി പോയി. ഈശോനെ അറിയുന്നവർക്ക് വീണ്ടും അറിയിക്കാം, അത് ആഴപ്പെടുത്താം. പക്ഷെ അറിയാത്തവർക്കാണ് നമ്മൾ ചെയ്യേണ്ടത്. പ്രൈസ് ദി ലോർഡ്. അറിയാത്തവർക്കല്ലേ കൊടുക്കേണ്ടത് ഈശോനെ. അപ്പോൾ ആദ്യം ഇതൊക്കെയാണ് ദൈവരാജ്യം അന്വേഷിക്കുക. ദൈവത്തിൻ്റെ മനസ്സ് നഷ്ടപ്പെട്ട ആട് എന്ന് വെച്ചാൽ ഈശോനെ അറിയാത്തവർ, സാത്താൻ്റെ പിടിയിലുള്ളവർ. അപ്പോൾ അത് നമ്മൾ ജപമാല ചൊല്ലുമ്പോഴും പലവരെയും കാണുമ്പോൾ, വിജാതീയരെ കാണുമ്പോൾ അവരൊക്കെ സമർപ്പിച്ച്, എൻ്റെ കണ്ണിൽ കാണുന്നവരെല്ലാം ദൈവമേ ഞാൻ സമർപ്പിക്കുകയാണ്, നിന്നെ അറിയാൻ ഇടവരണേ, ഞാൻ നിന്നെക്കുറിച്ച് അവരോട് പോയി പറഞ്ഞാൽ അവർ കേൾക്കാനുള്ളൊരു കൃപ അവർക്ക് നൽകണേ. പ്രൈസ് ദി ലോർഡ്. പത്രം കയ്യിൽ കാലത്തെ എടുക്കുക, പത്രം വയ്ക്കുക, പത്രം വെച്ചിട്ട് ആ പത്രം ഇന്ന് 5 പേരിക്കാണ് കൊടുക്കണമെങ്കിൽ 5 പേരെ എനിക്ക് കാണിച്ച് തന്നെ ഈശോയെ, നിന്നെ അറിയാത്തവർക്ക് എനിക്ക് കൊടുക്കണേ. ഇതൊക്കെയാണ് ദൈവരാജ്യത്തെ അന്വേഷിക്കുക എന്ന് പറയുന്നത്. എന്നിട്ട് 5 പേര് ഇല്ലെങ്കിൽ 4 പേര് ഇല്ലെങ്കിൽ 3 പേര് നടക്കാൻ ഇറങ്ങുമ്പോൾ ഇത് പോക്കറ്റിലിങ്ങനെ വയ്ക്കുക, കൊന്ത ചൊല്ലുക, മുഖത്തേക്ക് നോക്കുക, ഈശോയെ നിന്നെ അറിയണം, സാത്താൻ്റെ പിടിയിലാണ് ഈ മക്കൾ, നിന്നെ അറിഞ്ഞില്ലെങ്കിൽ നിന്നെ അറിയുന്നതാണ് നിത്യജീവൻ. യോഹന്നാൻ 17:3 നിത്യജീവൻ നീ എല്ലാവർക്കും വേണ്ടി കൊടുത്തിരിക്കുക, പക്ഷെ നിന്നെ അറിഞ്ഞിട്ടില്ല, എന്നെ ഒരു ഉപകരണമാക്കണേ. ഇതൊക്കെയാണ് ദൈവരാജ്യം അന്വേഷിക്കുക. എന്നിട്ട് ജപമാല ചൊല്ല്. ജപമാല വെറുതെ ചൊല്ലിയിട്ട് കാര്യമില്ല, നിന്നെ അറിയാൻ വേണ്ടിയിട്ട്. മക്കൾ നിൻ്റെ സ്നേഹം അറിയണം. എന്നിട്ട് ചിലവർ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കൊണ്ടുപോയി കൊടുക്കും, നമ്മളെ മുഖത്തേക്ക് നോക്കും, ഒന്ന് ചിരിക്കും. ഇപ്പം നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ടത് യേശു നിന്നെ സ്നേഹിക്കുക, നിന്നെ മാത്രമല്ല എല്ലാവരെയും സ്നേഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ അടയാളമാണ്. നിങ്ങൾ യേശുവിനെ കണ്ടിട്ടുണ്ടോ? കുരിശിൽ മരിച്ചത്. അതിൽ മതമൊന്നുമില്ല. ഈശോ എവിടെയും പറഞ്ഞിട്ടില്ല നിങ്ങൾ ക്രിസ്ത്യാനി ആകണമെന്ന് പറഞ്ഞിട്ടില്ല, മതം മാറണമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ വിശ്വസിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതം മാറും. ഒന്ന് വിശ്വസിച്ച് നോക്ക്. അവിടെ വെച്ച് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് പറഞ്ഞു തരും എന്ത് സംസാരിക്കണമെന്ന്. ഒരു പത്രം കൊടുക്ക്. വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതൊക്കെ ദൈവരാജ്യം അന്വേഷിക്കുക. ദൈവത്തിൻ്റെ മനസ്സ് നമ്മൾ അന്വേഷിച്ച് അത് പ്രവർത്തിക്കുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? നിനക്കാവശ്യത്തിൽ ഉള്ളതെല്ലാം അതിൻ്റെ കൂടെ ചേർത്ത് നൽകപ്പെടും. തടസ്സപ്പെട്ടിരിക്കുന്നതെല്ലാം നീ നോക്കുമ്പോഴത്തേക്കും ഈ ലോകത്ത് നിനക്ക് നല്ല രീതിയിൽ ജീവിക്കാനുള്ളതെല്ലാം ദൈവം തരും. പ്രശ്നങ്ങളെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയും. സാത്താൻ്റെ പിടിയിലുള്ളപ്പോഴാണ് നമ്മൾ അനുഗ്രഹം നമുക്ക് ലഭിക്കാത്തത്. സാത്താൻ വരുന്നത് അവൻ കളവ് ചെയ്യാനും കക്കാനും നശിപ്പിക്കാനും കൊല്ലാനുമാണ്.
നമ്മളെ കൃപയും നമ്മളെ സന്തോഷവും. ദൈവം നമുക്ക് വാഗ്ദാനം തന്നിരിക്കുന്നത് എപ്പോഴും സന്തോഷവും സമാധാനവും പിന്നെ സംരക്ഷണത്തിലും ജീവിക്കാനാണ്. ഇസ് ദി ലോർഡ്. അതെല്ലാം നമുക്ക് നഷ്ടപ്പെടും. ഭയം ഒക്കെ നമ്മളെ ജീവിതത്തിൽ, പേടിയുടെ കാര്യം നമ്മൾ ഇതെല്ലാം ബോധ്യമില്ലാത്തതുകൊണ്ടാണ്. ദൈവം ഇതെല്ലാം നൽകിയിട്ടുണ്ട്. ദൈവം ഇതെനിക്ക് വാഗ്ദാനം തന്നിരിക്കുകയാണ്. അത് ബോധ്യമില്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഈ ഭയമെല്ലാം വരുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് നീ ദൈവരാജ്യം അന്വേഷിക്കുമ്പോൾ ഇതെല്ലാം നിനക്ക് നൽകപ്പെടും. നീ അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. ഒരാൾ അയൽക്കാരനാണെങ്കിൽ അവർക്ക് ഈശോനെ അറിയില്ല, നീ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അത് ദൈവരാജ്യം അന്വേഷിക്കുക, ദൈവത്തിൻ്റെ ഇഷ്ടം അന്വേഷിക്കുക. ദൈവത്തിൻ്റെ ഇഷ്ടം ഇതാണ്, അത് തന്നെ നമ്മൾ പ്രവർത്തിക്കുക. ഹല്ലേലൂയ. അങ്ങനെ ചെയ്തു നോക്ക്. ഞാൻ ഉറപ്പ് പറയാം, നിങ്ങളുടെ ജീവിതം മാറും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട മക്കളായിട്ട് നിങ്ങൾ മാറും. ദൈവത്തിൻ്റെ ചോസൻ തിരഞ്ഞെടുക്കപ്പെട്ടവരായി മാറും. പ്രൈസ് ദി ലോർഡ്. ദൈവം മനസ്സിനെയാണ് നോക്കുന്നത്. നീ ആഗ്രഹിക്കുന്നതും ദൈവം ആഗ്രഹിക്കുന്നതും ഒന്നാണെന്ന് ദൈവം നോക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇത് എപ്പോഴും ദൈവം നമ്മളോട് സംസാരിക്കും. നിങ്ങൾ ഉടമ്പടിയിൽ ശ്രദ്ധിക്കേണ്ടത്, ദൈവം സ്വന്തമാകുമ്പോൾ നമ്മളോട് സംസാരിക്കും. ഹല്ലേലൂയ. ദൈവം സംസാരിക്കുന്നത് പലപ്പോഴും ബൈബിൾ വഴി സംസാരിക്കും, ചിലപ്പോൾ ഭാര്യ ഭർത്താവ് വഴി സംസാരിക്കാം, മനസ്സിൽ സംസാരിക്കാം, സ്വപ്നത്തിൽ കൂടി സംസാരിക്കാം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വിളിയുണ്ടാകും. അത് ആരൊക്കെ പ്രതികരിച്ചിട്ടുണ്ടോ, അതിന് റിയാക്റ്റ് ചെയ്തിട്ടുണ്ടോ, അവരിലാണ് ദൈവം പ്രവർത്തിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അത് അപ്പോസ്തല പ്രവർത്തകൻ 9:7 സെൻറ്റ് സോളായിരുന്നപ്പോൾ നടന്നു പോകുമ്പോൾ കൂട്ടത്തിൽ കുറേ ആൾക്കാരുണ്ട്, ഒരുമിച്ചാണ് നടന്നു പോയത് അങ്ങേരും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവിടെ ഒരു പ്രകാശം കണ്ട്, അവിടെ ഒരു സ്വരവും കേട്ട്, നീ എന്തിനാ എന്നെ പീഡിപ്പിക്കുന്നത്? എല്ലാവരും ആ സ്വരം കേട്ട്, എല്ലാവരും പ്രകാശവും കണ്ട്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ആരും പ്രതികരിച്ചില്ല. അതിൽ പ്രതികരിച്ചതാരാണ്? സൗൾ മാത്രമാണ്, സെൻറ്റ് പോൾ മാത്രമാണ്. അപ്പോൾ ദൈവം അങ്ങേരെ ഉപകരണമാക്കി. പ്രൈസ് ദി ലോർഡ്. നമ്മളിലും പലവരും നമുക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ദൈവം നമ്മളെ വിളിക്കും. നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ പല കാര്യം നമ്മളോട് ദൈവം പറയും. നമ്മത് ശ്രദ്ധിക്കില്ല. ഇതൊന്നും എനിക്ക് വേണ്ടിയിട്ടില്ല, ഇതൊക്കെ നമ്മൾ എന്താ കാര്യമെന്ന് വെച്ചാൽ പ്രതികരിക്കണം. ദൈവം നീ ഇത് എന്നോടല്ലേ സംസാരിച്ച്, ഞാൻ എന്ത് ചെയ്യണം? ദൈവത്തോട് ഇങ്ങനെ സംസാരിക്കാൻ പഠിക്കണം. ഹല്ലേലൂയ. ഞാൻ ജ്ഞാനസ്നാനം എടുത്ത് 2011 പക്ഷെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 1990 അന്ന് എനിക്ക് മാതാവിനെ അറിയാം. ഒരു ചെറിയ കൊച്ചു ബൈബിളുണ്ട് കയ്യിൽ, ഒരു കൊച്ചു ബൈബിൾ. അത് ഒരു പ്രോട്ടസ്റ്റൻ്റ് പെൻറ്റക്കോസ്റ്റായ എൻ്റെ ഒരു കൂട്ടുകാരൻ തന്ന. എനിക്ക് കത്തോലിക്ക് പെൻറ്റക്കോസ്റ്റിന് പോലും ആ വ്യത്യാസം അറിയില്ല അന്നത്തെ കാലത്ത്. ആ ബൈബിൾ വെച്ച് ഞാൻ വായിക്കും. പക്ഷെ വായിക്കുന്നതെല്ലാം എനിക്ക് തോന്നുന്നത് എന്നോട് പറയുകയാണെന്ന്. പ്രൈസ് ദി ലോർഡ്. അത് വലിയൊരു കൃപയാണ്. അത് നമ്മ തന്നെ ആ വിശ്വാസം കൊണ്ടുവരണം. ദൈവം വചനമായതുകൊണ്ട് വചനത്തിൽ വായിക്കുന്നതെല്ലാം എനിക്ക് വേണ്ടിയിട്ടുള്ള, അത് മനസ്സിലായില്ലെങ്കിൽ ഈശോയുടെ തന്നെ ചോദിക്കണം. ഈശോയല്ലേ പറഞ്ഞത്? ഈശോ ഇതെന്താണ്, എന്നോട് നീ എന്താ പറഞ്ഞ? അപ്പോൾ കൂടുതൽ സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അതിൽ പ്രതികരിക്കുമ്പോഴാണ് ദൈവം കൂടുതൽ നമ്മളോട് സംസാരിക്കണം. അപ്പോൾ എൻ്റെ 2 മക്കളാണെങ്കിൽ ഞാൻ ഒരു മോനോട് പറയുക, നീ വെള്ളം എടുക്ക്, എനിക്കൊന്ന് വെള്ളം എടുത്തുകൊണ്ട് പോവാം. ആദ്യത്തെ ഒരു ദിവസം പറഞ്ഞ് അവൻ കൊണ്ടുവന്നില്ല. അപ്പോൾ മോളോട് പറഞ്ഞ് നീ എടുത്തുകൊണ്ട് പോവാ, ഓടിപ്പോയി എടുത്തുകൊണ്ട് വന്ന്. പ്രൈസ് ദി ലോർഡ്. അടുത്ത ദിവസം എൻ്റെ കാറിൻ്റെ താക്കോലെടുക്കുന്ന മോനോട് പറയണം, അവൻ ഇതിപ്പോൾ വരാം എടുക്കാമെന്നൊക്കെ പറയണം. പക്ഷെ അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മോള് എടുത്തുകൊണ്ട് തന്നെ 3-ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി ഞാൻ എന്ത് ചെയ്യും, മോനോട് പറയാൻ നിർത്തും. പറയണത് നിർത്തിയിട്ട് മോളെ എവിടെ ഉണ്ടെന്ന് അന്വേഷിക്കും. എന്നിട്ട് അവളോട് പറയും, എനിക്ക് ഈ കാര്യമുണ്ട്, ഇതെടുത്തുകൊണ്ട് പോവാ, ഈ ഷർട്ട് എടുത്തുകൊണ്ട് പോവാ, തോർത്തെടുത്തുകൊണ്ട് പോവാ, അങ്ങനെ പറയും. പ്രൈസ് ദി ലോർഡ്. ദൈവം ഇതുപോലെ തന്നെയാണ്. എൻ്റെ മക്കളെ എല്ലാവരോടും ഞാൻ സംസാരിച്ച ആരാ പ്രതികരിക്കുന്നതോ അവരോട് ഈസിയല്ലേ, അവരോട് പിന്നെയും സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഒരു ബൈബിൾ വചനം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിൽ വിഷയം കേട്ട് അതിൽ പറയുകയാണ്, നീ ഇന്ന് ക്ഷമിക്കുക. അത് ബൈബിൾ അവിടെ വെച്ചിട്ട് ഫോൺ എടുക്കണം. ഇനി ആരോടാ ക്ഷമിക്കാനുള്ളത് അവരോടൊക്കെ ക്ഷമ പറയണം. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. നിനക്കാരോടെങ്കിലും നിന്നോടായിരിക്കെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ അവരോട് പോയി നീ രമ്യപ്പെടുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. 1 മൈൽ നടക്കാൻ പറഞ്ഞാൽ 2 മൈൽ നടക്കുക എന്ന് പറഞ്ഞാൽ പ്രൈസ് ദി ലോർഡ്. ഒരാളാരെങ്കിലും നമ്മളോട് പറഞ്ഞിട്ട് നമ്മൾ എതിർത്ത് നിൽക്കുകയാണ്, വിളിച്ച് പറയണം, അല്ലെങ്കിൽ പോയി പറയണം, ഞാൻ ചെയ്തോളാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇങ്ങനെ ഇതെന്താ കാര്യമെന്ന് വെച്ചാൽ ബൈബിളിൽ ഞാൻ നോക്കിയിട്ടുണ്ട്. നോക്കിയപ്പോഴത്തേക്കും ചോദിക്കുന്നവർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ഒരു ബൈബിൾ വായിച്ചപ്പോഴത്തേക്കും അങ്ങനെ കിടക്കുക. അതെല്ലാം ഇങ്ങനെ ഓർത്ത് വയ്ക്കും. ഇവരെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ചോദിക്കുന്നവർക്ക് കൊടുക്കണം. അന്നൊന്നും കാശില്ല, കയ്യിൽ കാശില്ല. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക, 10ൽ പഠിക്കുക, 10 പ്രൈസ് ദി ലോർഡ്, ഇല്ല +1 പഠിക്കുക, പ്രീ ഡിഗ്രിക്ക്. അപ്പോൾ അച്ഛൻ ആർമിയിലാണ്. അപ്പോൾ അച്ഛൻ വന്ന് എന്നോട് പറഞ്ഞ്, അന്ന് ഞങ്ങൾ കൊച്ചിയിലാണ് താമസിക്കണം, ഐലൻഡിലാണ് റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ തിരിച്ച് ലീവ് കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും അങ്ങനെ ട്രെയിൻ പാസ് കൺഫേം ചെയ്യണം. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് റിസർവേഷൻ ശരിയാക്കിയിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ 2 രൂപ എൻ്റെ കയ്യിൽ തന്നു. പോകാൻ 50 പൈസ, വരാൻ 50 പൈസ, 1 രൂപയ്ക്ക് ചായ കുടിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ വിചാരിച്ച് എനിക്ക് ഈ പൊറോട്ടയും മുട്ടക്കറിയും ഭയങ്കര ഇഷ്ടമാണ്. 2 രൂപയാണ് അതിന് അന്ന്. അപ്പോൾ അവിടെ നിന്ന് 5 കിലോമീറ്ററേ ഉള്ളൂ, 5-5.5 കിലോമീറ്ററേ ഉള്ളൂ റെയിൽവേ സ്റ്റേഷൻ. പ്രൈസ് ദി ലോർഡ്. ഞാൻ നടന്നങ്ങോട്ട് പോയി. എന്നിട്ട് തിരിച്ചു വരുമ്പോൾ നടക്കാം, ചെറുപ്പമല്ല, നടക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പോൾ ഭക്ഷണം കഴിക്കാമെന്ന് വെച്ചിരിക്കുക. അന്ന് അത്രയും മതി, 2 രൂപ മതി. ഹല്ലേലൂയ. 89-ലാണ് തോന്നുന്നു. അപ്പോൾ ഞാനങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോഴത്തേക്കും ഒരു പാൻറ്റും ഷർട്ട് ഇട്ട ഒരാൾ ടിക്കറ്റൊക്കെ എടുത്ത് ഇങ്ങോട്ട് പുറത്ത് വന്നപ്പോൾ എൻ്റെ ഇങ്ങനെ തോണ്ടിയിട്ട് എന്നോട് പറഞ്ഞ്, ഞാൻ എൻജിനീയറാണ്, ഇവിടെ ജോലി ചോദിച്ച് വന്ന് എനിക്ക് ജോലി കിട്ടിയില്ല, നോർത്തിലിരുന്ന് വരെയാം, എനിക്ക് ഹിന്ദി അറിയാം. അപ്പോൾ എന്നെ അവൻ ഇംഗ്ലീഷിൽ സംസാരിച്ച് ലാസ്റ്റ് ഹിന്ദി ആയപ്പോൾ ഞാൻ ഹിന്ദി പറഞ്ഞു. വന്ന് ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് 2 ദിവസമായി, ജോലിയൊന്നും കിട്ടിയില്ല. തിരിച്ച് പോകാമെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ട്രെയിനിൽ കയറി അവർ പിടിച്ച് പുറത്താക്കി. എന്നിട്ട് എവിടെ വന്ന് നിൽക്കുക, എങ്ങനെയും ട്രെയിനിൽ കയറി നാട്ടിൽ പോകണം, എന്തെങ്കിലും ഭക്ഷണം കഴിയണം, കാശുണ്ടാകുന്ന. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വചനം ഓർമ്മ വന്ന് ചോദിക്കുന്നവർക്ക് കൊടുക്കുക. എനിക്കാണെങ്കിൽ നല്ല വിശപ്പാണ്, അത്രയും ദൂരം നടന്നു വന്ന്. ഞാൻ 2 രൂപ എടുത്ത് കൊടുത്ത്. ഞാൻ അത് വലിയ കാര്യമൊന്നുമില്ല, ഞാൻ പറയുക, വചനത്തിന് പ്രതികരിച്ച് അത് കഴിഞ്ഞപ്പോൾ ദൈവം കുറച്ചായിട്ട് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് ചില ബുദ്ധിമുട്ടുണ്ടെങ്കിലും വചനം പറഞ്ഞിട്ടുണ്ടല്ലോ, അത് അനുസരിക്കണമെന്ന് തോന്നണം. പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ തന്നെ അബ്രാമിനെ, അത് ഉൽപ്പത്തി 12:1 ദൈവം അബ്രാമിനോട് പറയും, നീ നിൻ്റെ സ്വന്തം നാടും പിതൃഭവനവും വിട്ടിട്ട് ഞാൻ പറയുന്ന വാഗ്ദത്ത നാട്ടിലേക്ക് പോകാൻ പറയും. പ്രൈസ് ദി ലോർഡ്. അബ്രാം ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോവും. പ്രൈസ് ദി ലോർഡ്. ഇറങ്ങിപ്പോയതുകൊണ്ടാണ്. ഇല്ല പിന്നെ നോക്കാം, പിന്നെ ആകട്ടെ എന്നൊക്കെ പറഞ്ഞു വെച്ചെങ്കിൽ ദൈവം അവിടെ വെച്ച് നിർത്തുമായിരുന്നു. അബ്രാമിനെ തിരഞ്ഞെടുത്തത് ദൈവം പറഞ്ഞത് അനുസരിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. പോയി, അപ്പോൾ പോയി. ഇതുപോലെ 2007 ജോസഫ് അച്ഛൻ, ഞാൻ കൊച്ചിയിലാണ് താമസിക്കണം, എൻ്റെ ബിസിനസ് എല്ലാം കൊച്ചിയാണ്, എൻ്റെ കൂട്ടുകാർ എല്ലാം ഇവിടെയാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ എപ്പോഴും വരും. അവിടെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും. അവിടെ പ്രാർത്ഥനാമുറിയുണ്ട്, വലിയ ഹോളാണ്, അതിൽ പ്രാർത്ഥനാമുറിയാണ്. അച്ഛനും മുട്ടിപ്പേ നിൽക്കുക, ഞാനും മുട്ടിപ്പേ നിൽക്കുമ്പോൾ അച്ഛൻ പറഞ്ഞ്, വിജയകുമാരെ, ദൈവം പറയുകയാണ് നീ കോയമ്പത്തൂർ പോകണമെന്ന്. വൈഫ് ഹൗസാണ് കോയമ്പത്തൂർ. പ്രൈസ് ദി ലോർഡ്. കോയമ്പത്തൂർ എനിക്ക് ഒരാളെ അറിയില്ല. ഞാൻ അവിടെ പോയാൽ തന്നെ കഷ്ടിച്ച് ഒരു ദിവസം നിൽക്കുകയുള്ളൂ. എനിക്കിഷ്ടമില്ല അവിടെ. കോയമ്പത്തൂർ പോകാൻ പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിത് ഒരു സെക്കൻഡ് ആലോചിച്ച്, കോയമ്പത്തൂർ, എൻ്റെ ബിസിനസ് ഇവിടെ, എൻ്റെ കൂട്ടുകാർ, എനിക്ക് പരിചയമുള്ള സ്ഥലം, എൻ്റെ ബംഗ്ലാവ്, വീട് എല്ലാം ഇവിടെ, കോയമ്പത്തൂർ പോകാനാണെന്ന്. അടുത്ത ദിവസം കാലത്തെ ആദ്യ 8 മണിക്ക് 2 പെട്ടിയെടുത്ത് സാധനങ്ങളൊക്കെ അവിടെ തന്നെ, ആവശ്യമുള്ള സാധനങ്ങൾ പെട്ടിയിലാക്കി കാറിലേക്ക് കയറ്റി വൈഫും 2 പിള്ളേരെയും ഇരുത്തി നേരെ കോയമ്പത്തൂർ പോയി. പിള്ളേരൊക്കെ ഇവിടെ പഠിക്കുക, TC ഒക്കെ പിന്നെ വാങ്ങിക്കാം, TCയുടെ കാര്യമൊക്കെ പിന്നെ. വീടില്ല അവിടെ. വൈഫ് ഹൗസിൽ കൊണ്ടുപോയി അവരെ ഇരുത്തി, ഞാൻ പുറത്തൊരു ലോഡ്ജ് എടുത്ത് പിന്നെ ഇവിടെ വന്ന് TC ഒക്കെ വാങ്ങിക്കണമെന്ന് പറഞ്ഞു. ഭംഗിയായിട്ട് ദൈവം കൈകാര്യം ചെയ്ത് കോയമ്പത്തൂർ പോകാൻ പറഞ്ഞത്. അവിടെ നിന്ന് ധ്യാന കേന്ദ്രമുണ്ട്, നമ്മുടെ കോയമ്പത്തൂർ കൃപാസനം കോയമ്പത്തൂർ മിഷൻ ധ്യാന കേന്ദ്രം 10 ഏക്കറിലാണ് അവിടെ. പ്രൈസ് ദി ലോർഡ്. ദൈവം വളർത്തി. എത്ര സ്ഥലത്തേക്ക് അങ്ങ് ധ്യാനത്തിന് പോകുന്നത് എനിക്ക് സംസാരിക്കാൻ പോലും അറിയില്ല. ധ്യാനസ്ഥലം എടുത്ത് 2011 അപ്പോൾ നമ്മൾ പ്രതികരിക്കണം.
വചനത്തെ അതുപോലെ കാണണം. ദൈവം എന്നോട് സംസാരിക്കണം. ദൈവമേ, നീ എന്താ പറയണേ? നീ എന്നോടാണോ സംസാരിച്ചത്? നീ എന്നോട് എന്താ സംസാരിക്കാത്തത്? അങ്ങനെ ദൈവത്തോട് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇതിലെല്ലാം ഇങ്ങനെ ചെയ്യുമ്പോൾ, ഹല്ലേലൂയ, ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ സ്വന്തമാകും. ഞാൻ പറഞ്ഞ എക്സാമ്പിൾ ഇത് തന്നെയാണ്. പ്രതികരിക്കുന്ന മക്കളോട് കൂടുതൽ വർത്താനം അച്ഛനമ്മമാർ പറയും, ചൊല്ലും. അവർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടാകാം, പക്ഷെ അവരോട് കൂടുതൽ കാര്യം അവർക്ക് ചെയ്യുമ്പോൾ അതൊരു സന്തോഷമാണ്. വിശ്വാസം കൂടും, അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസം കൂടുകയാണ്. ഹല്ലേലൂയ. ദൈവം പിന്നെ നിങ്ങളെ യൂസ് ചെയ്യാൻ തുടങ്ങിയ പിന്നെ സൂപ്പറാണ്. സംരക്ഷണം തരും, അതിൻ്റെ പവർ തരും, അതിൻ്റെ കൃപ തരും. അതെല്ലാം നിങ്ങൾക്ക് കിട്ടും. ദൈവം യൂസ് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്ക് നിങ്ങൾക്കത് കിട്ടും. നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ട്രാവലിന് പോകുമ്പോഴല്ലേ അച്ഛൻ കാശ് എന്ന് വേണം ആ പോക്കറ്റിൽ. വീട്ടിൽ തന്നെ കുത്തിയിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാശിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ കാശ് തരും, പിന്നെ ഈ കാർഡ് തരും, ഡെബിറ്റ് കാർഡ് ഫില്ല് ചെയ്ത് തരും, മൊബൈൽ തരും, ഡ്രസ്സൊക്കെ തരും, ഭക്ഷണമൊക്കെ പാക്ക് ചെയ്ത് തരും. അപ്പോൾ ഇതുപോലത്തെ കരുതലുകളൊക്കെ ഉണ്ടാകുന്ന ദൈവജോലി ചെയ്യുമ്പോഴാണ്. ദൈവം പിന്നെ സംരക്ഷണത്തിന് ആളെ വിടും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മാലാഖമാർ നിങ്ങളുടെ കൂടെ നടക്കും. അപ്പോൾ ഇതിനെല്ലാം ആഗ്രഹിക്കണം. ഇതിൻ്റെ വേദിയാണ് ഉടമ്പടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ രീതിയിൽ എടുക്കേണ്ടി ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമായി ദൈവത്തിന് പ്രയോജനകരമാകണം. ഇതിനെല്ലാം തടസ്സം നിൽക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഇതിനെല്ലാം തടസ്സം നിൽക്കുന്നത് ആരാ? സാത്താനാണ് തടസ്സം നിൽക്കുന്നത്. സാത്താൻ ഇതൊന്നും ആഗ്രഹിക്കുന്നില്ല. അവൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ദൈവത്തെ, അവൻ്റെ ഒറ്റ ആഗ്രഹമുള്ളൂ, നമ്മളിരുന്ന ദൈവത്തിൻ്റെ മക്കളാണ്, ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാണെന്നുള്ളൊരു ബോധ്യം എടുത്തു കളയണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരു 10 മിനിറ്റ് എടുക്കൂ, 10-15 ഒന്ന് ശ്രദ്ധിക്കുക. നല്ല രീതിയിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് യൂസ് ആകും. ഹല്ലേലൂയ. സാത്താൻ എപ്പോഴും നമുക്ക് തോന്നും നല്ല രീതിയിലെല്ലാം പോയിക്കൊണ്ടിരിക്കും, വീട്ടിലെ എല്ലാ സുഖം സന്തോഷവും എല്ലാം ഇരിക്കും. പെട്ടെന്ന് ബോംബ് പൊട്ടുന്ന പോലെ പ്രശ്നമാണ്. ഭാര്യ ഭർത്താവ് തമ്മിൽ പ്രശ്നം, പെട്ടെന്ന് മകൻ ബൈക്കിരുന്ന് വീണെന്ന് പറയും, അതുപോലെ അയൽക്കാരൻ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ട് പോയും. ഇല്ല, നമ്മൾ ഓർക്കേ പോലും ഇല്ല, സ്വന്തക്കാരെ നമ്മളെ വിളിച്ചിട്ട് പറയും, നീ അങ്ങനെ പറഞ്ഞില്ല അന്ന് എന്നെക്കുറിച്ച്, അതുകൊണ്ടാണ് നിന്നെക്കുറിച്ച് പ്രശ്നം, ഞാൻ നിന്നെക്കുറിച്ച് പറയാമെന്ന് പറഞ്ഞ്. ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും വന്ന് പറയും, അവർ നിന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞ്. പ്രൈസ് ദി ലോർഡ്. സമാധാനം പോയി. ഹല്ലേലൂയ. ആവശ്യമില്ലാത്ത കാര്യത്തിനൊക്കെ വീട്ടിൽ പ്രശ്നമായി. സ്കൂളിൽ ടീച്ചർ വിളിച്ച് പറയാണ്, മകൻ സ്കൂളിൽ വന്നിട്ടില്ല, മകൾ വന്നിട്ടില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മക്കൾ ഫോണിൽ നോക്കുമ്പോഴത്തേക്ക് ആവശ്യമില്ലാത്ത കുറേ മെസ്സേജസും കാര്യങ്ങളും. സമാധാനം പോയി. ഇതെല്ലാം പിശാചിൻ്റെ പരിപാടിയാണ്. സമാധാനം നശിപ്പിക്കുക. സമാധാനം പോയി കഴിഞ്ഞാൽ വിശ്വാസം പോവും, പ്രാർത്ഥന ഇല്ലാതെയാവും അവിടെ. ഹല്ലേലൂയ. അവൻ്റെ ആഗ്രഹം അതാണ്, നമ്മൾ പ്രാർത്ഥിക്കരുത്, ദൈവത്തെ ആശ്രയിച്ച് നിൽക്കരുത്. അപ്പോൾ സാത്താൻ നമ്മുടെ ജീവിതത്തിൽ കയറുന്നത്, നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് കയറുന്നത് 3 രീതിയിലാണ്. ഒന്ന്, അനുദപിക്കാത്ത പാവം നമ്മളുണ്ടെങ്കിൽ, അതുകൊണ്ട് 2 ആഴ്ചയ്ക്ക് ഒരു പ്രാവശ്യം കുമ്പസാരിക്കണം. 2 ആഴ്ചയ്ക്ക് ഒരു പ്രാവശ്യം കുമ്പസാരിക്കണം. അന്നന്ന് രാത്രി അനുദപിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ ആദ്യം അനുദപിക്കണം. അപ്പോൾ പരിശുദ്ധാത്മാവ് നിറയും. അപ്പോസ്തലപ്രവർത്തനം 2:38, നീ അനുദപിക്കുമ്പോൾ നീ പരിശുദ്ധാത്മാവിൽ നിറയ്ക്കപ്പെടും. അപ്പോൾ പ്രാർത്ഥിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ ആത്മാവിൽ പ്രാർത്ഥിക്കണമെന്നാണ്. അപ്പോൾ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ 2 വാക്ക്, ദൈവമേ ഞാൻ ഇന്ന് സംസാരിച്ചതിൽ നുണ പറഞ്ഞു പോയി, ഇല്ല അഹങ്കരിച്ചു പോയി, ഞാൻ തെറ്റു പറഞ്ഞ് പിറുവിറുത്ത് സങ്കടപ്പെട്ട് അതൊന്ന് പറയുക, എന്നോട് ക്ഷമിക്കണം, നിനക്കെതിരെ ഞാൻ പാവം ചെയ്തെന്ന് പറയുമ്പോഴത്തേക്കും പരിശുദ്ധാത്മാവ് നിറയും നമ്മളിൽ. എന്നിട്ട് നന്ദി പറയണം. നീ ഇന്ന് പ്രാർത്ഥിക്കാൻ ഈ അവസരം തന്നതിന് നന്ദി ദൈവമേ. ഹല്ലേലൂയ. അങ്ങനെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം. എന്നെ സംരക്ഷിക്കണേ, എന്നിലിരുന്ന് എന്നെ അകത്തി കളയരുതേ, എപ്പോഴും നിൻ്റെ അടുത്ത് വെക്കണേ, നിൻ്റെ പരിശുദ്ധാത്മാവിനെ എന്നിലിരുന്ന് എടുത്ത് മാറ്റരുതേ. ദാവീദ് പ്രാർത്ഥിച്ച പോലെ ഇത്രയും കാര്യം പ്രാർത്ഥിക്കുക. വേറെ ഒന്നും ചോദിക്കേണ്ടത് നിനക്കറിയാലോ. ഞാൻ എന്തിനാണ് ചോദിക്കുന്നത്? നിൻ്റെ മക്കൾക്ക് എന്താ ആവശ്യമൊന്നും നിനക്കറിയാം. ഞാൻ ചോദിച്ച് നിന്നെ എന്തിനാണ് അപമാനിക്കുന്നത്? ഒരിക്കലും ചോദിക്കേണ്ട കാര്യമില്ല. നിനക്കറിയാം, നീ തന്ന ഭർത്താവ്, നീ തന്ന കുഞ്ഞുങ്ങൾ, നീ തന്ന ഭവനം, നീ തന്ന ജീവിതം നിനക്കറിയാം. ഞാൻ ഉടമ്പടിയിലല്ലേ നിൻ്റെ കൂടെയല്ലേ, നിൻ്റെ ഒന്നായിട്ടല്ലേ ഉള്ളത്, നിനക്കറിയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇത് സാത്താൻ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ
അനുതാപമില്ലാതെയാക്കും. അനുതാപമില്ലാതാക്കി കഴിഞ്ഞാൽ അവിടെ അവനിക്ക് വാതിൽ തുറന്ന് ഇരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഇന്നും അനുദപിക്കാൻ പറ്റും. പിന്നെ ഉണങ്ങാതെ മുറിവ് ഹൃദയത്തിലുണ്ടെങ്കിലും പിശാച് കയറും. എന്നോട് അന്ന് പറഞ്ഞല്ലോ, അങ്ങേര് ഇങ്ങനെ പറഞ്ഞല്ലോ, എന്നോടിത് ചെയ്തല്ലോ എന്ന് പറഞ്ഞ മുറിവുകൾ ഹൃദയത്തിലുണ്ടാവും. എന്നാലും എന്നെ അവമാനിച്ചല്ലോ, എനിക്ക് വില കൽപ്പിച്ചില്ലല്ലോ, മുറിവുണ്ടെങ്കിൽ അവിടെ പിശാച് കയറും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഇത് രണ്ടും മുറിവ് മാറ്റാൻ വേണ്ടിയിട്ട് ഈശോടുത്ത് പ്രാർത്ഥിക്കണം. എപ്പോഴും ജപമാല ചൊല്ലുമ്പോൾ ഈശോടുത്ത് മാതാവിനോട് നമ്മൾ പറയണം, എൻ്റെ ഹൃദയത്തിലുള്ള മുറിവ് നീ സൗഖ്യപ്പെടുത്തി തരണേ ദൈവമേ, എൻ്റെ മുറിവുകളെ എടുത്ത് മാറ്റണേ എന്ന് പറയുമ്പോൾ നമുക്ക് ക്ഷമിക്കാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. സങ്കടം മാറും, ഭയം മാറും. പലവർക്കും ഈ ഉറക്കമില്ലാത്തതിൻ്റെ കാര്യം ഈ മുറിവാണ്. പ്രാർത്ഥിക്കാൻ സാധിക്കാത്തത്, പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ ഉറക്കം എന്നത് പിശാച് കയറണം ആ വാതിൽ കൂടിയാണ്. മുറിവുള്ളത് കൊണ്ടാണ്. മുറിവുള്ളത് കൊണ്ട് വിശ്വാസം കുറയും. എന്ത് പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യം, എന്ത് പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യം, ഇങ്ങനെ മനസ്സിൻ്റെ അകത്ത് കിടക്കുക. ഇതിപ്പോൾ പ്രാർത്ഥിച്ചാലൊന്ന് പിന്നെയും പ്രാർത്ഥിക്കാം. എന്തിന്? ആ മുറിവ് അകത്ത് കിടക്കണമെന്നുണ്ട്. അപ്പോൾ ആ വാതിലേക്ക് കൂടി പിശാച് കടന്നിട്ട് ഈ ചിന്തയൊക്കെ നമുക്ക് തരും. പ്രാർത്ഥിക്കാൻ സാധിക്കില്ല, ഉറക്കം വരും, പ്രാർത്ഥനയിൽ ആത്മാർത്ഥത ഉണ്ടാകില്ല. പ്രൈസ് ദി ലോർഡ്. പള്ളിയിൽ പോകുമ്പോൾ, കുർബാനയ്ക്ക് പോകുമ്പോൾ ലേറ്റായിട്ട് പോകാൻ തോന്നും. കുറച്ച് കൂടുതൽ സമയം എടുത്തു കഴിഞ്ഞാൽ എന്തിനാ പുറത്തു പോകാം എന്നൊക്കെ തോന്നൽ വരുന്നത് മുറിവ് കിടക്കുന്നതുകൊണ്ടാണ്. ഹല്ലേലൂയ. മുറിവ് ഉണങ്ങാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. മൂന്നാമത്താണ് ബുദ്ധിമുട്ട്. പിശാച് ചെയ്യുന്നത്, പിശാച് കയറുന്നത് വഴക്ക്, കലഹമുണ്ടാക്കും നിങ്ങളായിട്ട്. അത് ഭാര്യ ഭർത്താവാകാം, അമ്മയമ്മ മരുമകളാകാം. റോട്ടിൽ പോയി നടക്കുമ്പോൾ, കാർ ഓടിച്ചോ ബൈക്ക് ഓടിച്ചോ പോകുമ്പോൾ അടുത്തുള്ളവൻ ഇല്ല കടക്കാരൻ ആരെങ്കിലുമായിട്ട് വഴക്കില്ലാതെ നോക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വഴക്ക് വന്നു കഴിഞ്ഞാൽ അതിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വഴക്കിൽ വരുന്നത് നമുക്ക് കോപം വരും, ദേഷ്യം വന്നിട്ട് എന്തായിട്ട് മാറും? വിദ്വേഷമായിട്ട് മാറും. വിദ്വേഷം വന്നിട്ട് അഹങ്കാരമായിട്ട് മാറും. എന്നോട് ചെയ്തല്ലോ എന്ന് പറഞ്ഞാൽ അഹങ്കാരം വർദ്ധിക്കണം. അഹങ്കാരികളെ ദൈവം വെറുക്കുന്ന പ്രണാകത്തിനിരിക്കും. ദൈവമായിട്ട് അകന്നു പോകാൻ അത് മാത്രം മതി. പ്രൈസ് ദി ലോർഡ്. ഈ വഴക്ക് വന്നു കഴിഞ്ഞാൽ പിശാച് ചെയ്യുന്ന പരിപാടി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം സിമ്പിളായിട്ട്, പെട്ടെന്ന് ഒരു 5 മിനിറ്റിൽ നിർത്താം. ശ്രദ്ധിക്കുക. ഇതൊക്കെ നമ്മളെ ജീവിതത്തിൽ ആവശ്യമുള്ളതാണ്. ഇത് ഞാൻ കുറേ പ്രാർത്ഥിച്ചിട്ടാണ് പറയണം ഇവിടെ. ഹല്ലേലൂയ. അപ്പോൾ പിശാച് ചെയ്യുന്നത്, പിശാച് ഇതിനെല്ലാം ഒരു പ്രലോഭനം, ടെസ്റ്റ് വയ്ക്കും. എന്നെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് എന്ന് പറയണത് ടെസ്റ്റ് എങ്ങനെയാണ് വെക്കുന്നതെന്ന് വെച്ചാൽ, അത് ഈശോ ആ ടെസ്റ്റ് പാസ്സായി കാണിച്ചതാണ്. അവൻ്റെ മോഡസ് ഓപ്പറാൻഡി ക്വസ്റ്റ്യൻ പേപ്പർ മനസ്സിലാകണം. പിശാച് വയ്ക്കുന്ന ഒരിക്കലും നമുക്ക് പരീക്ഷ വയ്ക്കുന്ന ദൈവമില്ല. ദൈവം അനുവദിച്ചു കൊടുക്കും പിശാചിനോട്. പിശാച് ചെയ്യും. അത് ദൈവം എന്തിനാണ് അനുവദിച്ചു കൊടുക്കണത്? ടെസ്റ്റ് ഇത്രയേ ഉള്ളൂ. നീ ദൈവത്തിൻ്റെ മകനില്ല, നീ ദൈവത്തിൻ്റെ മക്കളാണ് ഇല്ലെന്ന് പിശാച് കാണിക്കാൻ വേണ്ടിയിട്ട് ടെസ്റ്റ്. നീ ദൈവത്തിൻ്റെ മകനാണെങ്കിൽ എന്ന് പറഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത്. അത് ദൈവത്തോട് ആദ്യം ടെസ്റ്റ് ചെയ്തത് മത്തായി 3:17 പിതാവ് പറഞ്ഞ് ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഈശുവിനെ കണ്ട് പറഞ്ഞപ്പോൾ, ജ്ഞാനസ്നാനം കഴിഞ്ഞപ്പോൾ പറഞ്ഞപ്പോഴത്തേക്കും പിശാച് അതിനെയാണ് എടുത്ത് പിടിച്ചത്. നീ ദൈവത്തിൻ്റെ പുത്രനാണെങ്കിൽ ഇവിടെ നിന്ന് എടുത്ത് ചാടുക, ഈ കല്ലിനെ അപ്പമാക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കല്ലിനെ അപ്പമാക്കുക. അപ്പോൾ സംശയം ഉണ്ടെങ്കിൽ മാത്രമല്ലേ അത് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഞാൻ ദൈവത്തിൻ്റെ മകനാണ്. അപ്പോൾ ഈശോയ്ക്ക് ഈ പിതാവ് പറഞ്ഞ് എനിക്ക് സംശയമാണ്, എന്തായാലും അപ്പമാക്കി നോക്കാം, കല്ലിനെ എടുത്തിട്ട് അപ്പമാക്കി നോക്കാമെന്ന് പറഞ്ഞാൽ അവിടെ സംശയം വന്ന്. പ്രൈസ് ദി ലോർഡ്. പിശാചിന് അത്രേ ആവശ്യമുള്ളൂ. അത് ഡിസോൺ ചെയ്യണം. ഇല്ല, ഞാൻ പിതാവ് പറഞ്ഞൊക്കെ ശരിയായിരിക്കും, പക്ഷേ ദൈവത്തിൻ്റെ മകനില്ല. അപ്പോൾ കല്ലിനെ അപ്പം ആക്കാൻ നോക്കുമ്പോൾ ചിലപ്പോൾ ആയില്ലെങ്കിലോ, അപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ മകനൊന്നുമില്ല. പിശാചിന് അതാണ് സ്ഥാപിക്കേണ്ടത്. ഹല്ലേലൂയ. അപ്പോൾ ഈശോ അതിനെ എന്ത് ചെയ്ത്? വചനം കൊണ്ട്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമില്ല, വചനം കൊണ്ടാണ് ജീവിക്കുന്നത്. വചനത്തിനെ എടുത്താണ് ഈശോ ടെസ്റ്റ് പാസ്സായത്. ഹല്ലേലൂയ. അപ്പോൾ ദൈവം നമുക്ക് പിശാച് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ആൻസറും ക്വസ്റ്റ്യനും നേരത്തെ തന്ന്. ഹല്ലേലൂയ. നിങ്ങളെ മക്കൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ അതിന് മുമ്പ് തന്നെ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ പേപ്പറും കൈ കൊടുത്ത് വിട്ട് കഴിഞ്ഞാൽ ഫുൾ മാർക്ക് വാങ്ങിക്കണ്ടേ?
പക്ഷേ നമ്മളെല്ലാം പിന്നെയും ഫെയിലാകുകയാണ്. ഈശോ ഇതാണ് ടെസ്റ്റ് പേപ്പർ, ഇതാണ് ആൻസർ എന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പിശാച് എന്താ ചെയ്യുന്നത്? ദൈവം നമുക്ക് യോഹന്നാൻ 1:12 പറഞ്ഞിരിക്കുക, നീ ഈശോയെ സ്വീകരിച്ചു കഴിഞ്ഞാൽ, അവൻ്റെ നാമത്തിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ മക്കളാകാനുള്ള അധികാരം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. അതിനെന്ത് ചെയ്യണം? ഈശോനെ അംഗീകരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈശോനെ ഏറ്റെടുക്കണം. ഹൃദയത്തിൽ ഈശോയുടെ നാമത്തിൽ വിശ്വസിച്ച് ഈശോനെ ഏറ്റെടുക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമുക്ക് ടെസ്റ്റ് എന്താണ്? നീ ദൈവത്തിൻ്റെ മകളാണെങ്കിൽ, ദൈവത്തിൻ്റെ മകനാണെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, നിനക്ക് എന്നിട്ട് അങ്ങനെ ആ ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് വഴക്ക് കൊണ്ടുവന്ന് എൻ്റെ ജീവിതത്തിലേക്ക് തരുന്നത്. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മകളാണെങ്കിൽ ദൈവത്തിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ, ഈശോനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഈശോയുടെ മനസ്സുപോലെ നമ്മളെ മനസ്സ് മാറണം. ഫിലിപ്പിയർ 2:5 ഈശോയുടെ മനസ്സ് പോലെ നമ്മളെ മനസ്സാവണം. ഈശോയുടെ മനസ്സെന്താണ്? അവനെ തന്നെ ശൂന്യനാക്കി. രണ്ടാമത് അവനെ എളിമപ്പെട്ട്, മരണത്തോളം എളിമപ്പെട്ട്, അവൻ ദൈവമാണെങ്കിലും അവൻ മനുഷ്യനായി അടിമയായിട്ട് മാറി, എളിമപ്പെട്ട്. 2 കാര്യമാണ് ഈശോയുടെ മനസ്സിലുള്ളത്. അവനെ തന്നെ ശൂന്യനാക്കി. രണ്ടാമത്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. രണ്ടാമത് എന്താ ചെയ്ത്? അവൻ എളിമപ്പെട്ട്. അവനെ തന്നെ ശൂന്യനാക്കുന്നത് എങ്ങനെയാണ് അതറിയണം. അത് ഫിലിപ്പിയർ 2:3 ഉണ്ട്. അവനെ തന്നെ ശൂന്യനാക്കണമെങ്കിൽ നമ്മൾ സ്വാർത്ഥത ഉണ്ടാകാൻ പാടില്ല. മറ്റുള്ളവരെ, ഇത് ശ്രദ്ധിക്കണം കേട്ടോ, മറ്റുള്ളവരെ നമ്മളെക്കാളും ശ്രേഷ്ഠമായിട്ട് കാണണം. ഈശോ ദൈവം നമ്മളെ ദൈവത്തെക്കാളും ശ്രേഷ്ഠമായിട്ട് കണ്ടുകൊണ്ടല്ലേ, സ്നേഹത്തിൽ വലുതായിട്ട് കണ്ടുകൊണ്ടല്ലേ സ്വന്തം മകൻ്റെ ജീവൻ, ചോരയും രക്തവും ചോര കൊടുത്തിട്ട് നമ്മളെ വീണ്ടെടുത്തത്. പ്രൈസ് ദി ലോർഡ്. അത് സ്നേഹമാണ്. മറ്റുള്ളവരെ നമ്മളെക്കാളും ശ്രേഷ്ഠമായിട്ട് കാണണം. ഭാര്യ ഭർത്താവിനെ ശ്രേഷ്ഠമായിട്ട് കാണണം. അങ്ങനെ എന്ത് തെറ്റ് ചെയ്തോട്ടെ, മദ്യപിച്ചോട്ടെ, എന്ത് പറഞ്ഞാലും ദൈവം അങ്ങനെയാണ് പറഞ്ഞിരിക്കണം, ശ്രേഷ്ഠമായിട്ട് കാണണം. അവരുടെ വാക്ക് ചിലപ്പോൾ വിഡ്ഢിത്തരമായിട്ട് നമുക്ക് തോന്നും, പക്ഷെ അത് ശ്രേഷ്ഠമായിട്ട് കാണണം. അതിനെ നമ്മൾ അവമാനിച്ച് കളയരുത്, അതിനെ ധിക്കരിച്ച് കളയരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഓക്കെ, നമുക്ക് പരിഗണിക്കാം, സോറി പറയാൻ പറ്റണം, ക്ഷമിക്കുക എന്ന് പറയാൻ പറ്റണം. നമ്മളെക്കാളും ശ്രേഷ്ഠമായിട്ട് കാണുമ്പോഴല്ലേ നമുക്ക് ക്ഷമിക്കുക എന്ന് പറയാൻ പറ്റുക, അവരെ അംഗീകരിക്കാൻ പറ്റുക. പ്രൈസ് ദി ലോർഡ്. അതിൽ സ്വാർത്ഥത ഉണ്ടാകാൻ പാടില്ല. ഹല്ലേലൂയ. ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ സ്വാർത്ഥതയാണ്. സ്വാർത്ഥത. ഇതെല്ലാം വരുന്നത് എവിടെ നിന്നാണെന്ന് വെച്ചാൽ വഴക്കിടുമ്പോഴാണ്. അത് 2 തിമോത്തി 2:23. ഇത് വഴക്കെങ്ങനെയാണ് ഉണ്ടാകുന്നത് അത് ശ്രദ്ധിച്ചോ. ഇത് നിങ്ങൾക്കൊരു ടിപ്സാണ്. പ്രൈസ് ദി ലോർഡ്. 2 തിമോത്തി 2:23. ആവശ്യമില്ലാതെ വാദപ്രതിവാദത്തിന് പോകരുത്, തർക്കത്തിന് പോകരുത്. തർക്കം ഉണ്ടെങ്കിൽ അവിടെ വഴക്കുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു കാര്യം, ചെറിയ കാര്യം കിട്ടിയാൽ മതി, നീയല്ലേ ചെയ്തത് എന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് സോറി പറയണതിന് പകരം അവിടെ തർക്കിക്കാൻ പോകും. അവിടെ പിശാച് കയറും. പിശാച് കയറിക്കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്നത് ആദ്യ ദേഷ്യം. അതെന്താണെന്ന് തർക്കിക്കാൻ പോയി കഴിഞ്ഞാൽ തർക്കം മൂത്ത് കഴിയുമ്പോഴത്തേക്ക് ദേഷ്യം വരും. ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവിടെ വരുന്നത് വെറുപ്പാണ്, വിദ്വേഷം. അത് അഹങ്കാരത്തിലേക്ക് കൊണ്ടുപോകും. പ്രാർത്ഥന മുടങ്ങി ദൈവത്തിൽ നിന്ന് അകന്ന പിന്നെ ആരുടെ അടുത്താണ് പോകുന്നത്? സാത്താൻ്റെ അടുത്താണ്, പിശാചിൻ്റെ അടുത്ത്. പിന്നെ എല്ലാ പ്രശ്നവും അവിടെ തുടങ്ങി. നമ്മൾ അത് മനസ്സിലാക്കണ്ട. പിന്നെ നമ്മൾ ഇവിടെ കറഞ്ഞുകൊണ്ടിരിക്കുക, എനിക്ക് പ്രശ്നമാണ്, എൻ്റെ ജീവിതത്തിൽ പ്രശ്നമാണ്, എല്ലാ തടസ്സമാണ്, എനിക്ക് ജീവിച്ചിട്ട് കാര്യമില്ല, ജീവിച്ചിട്ട് ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്, ഇതെല്ലാമാണ് പിശാച് പറയിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ തർക്കിക്കാൻ പോകരുത്. ഹല്ലേലൂയ. വിട്ടുകൊടുക്കുക. ദൈവം പറഞ്ഞിട്ട് വഴക്കുണ്ടാകാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുക. ഹല്ലേലൂയ. ഈ അബ്രഹാമിൻ്റെ ഉൽപ്പത്തി 13:9 നോക്കിക്കഴിഞ്ഞാൽ അബ്രാമും ലോത്ത് ഒരുമിച്ചാണ് നിൽക്കുന്നത്. സമ്പത്ത് ഉണ്ടായിക്കഴിയുമ്പോൾ അബ്രാമിൻ്റെ ആൾക്കാരും ജോലിക്കാരും ലോത്തിൻ്റെ ജോലിക്കാരും തമ്മിൽ വഴക്കായി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വഴക്ക് അവോയ്ഡ് ചെയ്യാൻ, ഹല്ലേലൂയ, അബ്രാം ലോത്തിനെ വിളിച്ചിട്ട് പറയും, നിനക്ക് ഇഷ്ടമുള്ള സ്ഥലം എടുക്കുക, നീ വലത്തോട്ട് പോയാൽ ഞാൻ ഇടത്തോട്ട് പോകും, നീ ഇടത്തോട്ട് പോയാൽ ഞാൻ വലത്തോട്ട് പോകും. അപ്പോൾ ലോത്തിനെ ആളാക്കിയതും വളർത്തിയതും അബ്രാമാണ്, സഹോദരൻ്റെ മകനാണ്. പക്ഷേ ലോത്ത് എന്ത് ചെയ്യും? ഏറ്റവും ഫലഭൂയിഷ്ഠിയായ ഭൂമി ലോത്ത് ഏറ്റെടുക്കും. അതാണ് സ്വതം ഗൊമോറയായിട്ട് മാറിയത്. അപ്പോൾ അബ്രാമിന് വേണമെങ്കിൽ അവിടെ തർക്കിക്കാം, നീ ഒന്നുമില്ലായ്മയിരുന്നു, നീ അന്ന് ചത്തുപോകായിരുന്നു, ഞാൻ ഇല്ലെങ്കിൽ, എന്നിട്ടാണ് നീ ഇത് എടുക്കുന്നത് എന്ന് വഴക്കിട് പറഞ്ഞത്. എൻ്റെ ആൾക്കാരാണ് പ്രശ്നം, എൻ്റെ ആൾക്കാർ
നീ വിട്ടുകൊടുക്കണ്ടേ? നീ ഒന്നുമില്ലെങ്കിൽ ഞാനല്ലേ നിന്നെ വളർത്തിയത്, ഞാനല്ലേ കൊണ്ടുവന്നത്, നിൻ്റെ മര്യാദയ്ക്ക് ഇരിക്കാൻ പറ. തർക്കിക്കാം. തർക്കത്തിന് പോയില്ല. അബ്രഹാം പറഞ്ഞ് നിനക്കിഷ്ടമുള്ളത് നീ എടുത്തു. ഇപ്പം ഏറ്റവും നല്ലത് നോക്കി ലോത്തെടുത്ത് അബ്രഹാം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോയി, വിട്ടുകൊടുത്ത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവിടെ പിശാചിന് ചാൻസ് കൊടുത്തില്ല. എഫേസ്യർ 4:26-27 പറയുന്നത്, നിൻ്റെ കോപം അത് പാവമായിട്ട് മാറരുത്. സൂര്യാസ്തമനത്തിന് മുമ്പ് കോപം കളഞ്ഞേക്കണം. പ്രൈസ് ദി ലോർഡ്. സൂര്യാസ്തമനത്തിന് മുമ്പ് അത് തീർക്കണം. നമ്മൾ ഇത് വെച്ചുകൊണ്ടിരിക്കും. അത് പഴകിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ അത് പഴകിയ അത് പളകി കഴിയുമ്പോഴത്തേക്ക് എന്താകും? ചവറായി. എവിടെ ശവമുണ്ടോ അവിടെ കഴുകൻ മാറി വരും. അപ്പോൾ ഇത് ശവം എന്ന് പറഞ്ഞാൽ അത് കയറി നമ്മൾ പരിശുദ്ധാത്മാവിനെ നഷ്ടപ്പെടുത്തും. പരിശുദ്ധാത്മാവിനെ അത് ബലഹീനതയിലേക്കാക്കും. അപ്പോൾ നമ്മൾ ശവം വന്നു കഴിഞ്ഞാൽ സാത്താൻ അവിടെ കയറും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കോപം വരുന്നതിൻ്റെ കാര്യം ഈ തർക്കമാണ്. നമ്മൾ വാദപ്രതിവാദത്തിലേക്ക് പോകരുത്. അത് ശ്രദ്ധിക്കണം. ഞാൻ പറയണത് ഇത് ശ്രദ്ധിച്ചു. ഉടമ്പടിയിലുള്ളവർ നിങ്ങളെ 3 മാസം കഴിഞ്ഞ ആൾക്കാർ വ്യത്യാസമായിട്ട് കാണണം. നിൻ്റെ ഭർത്താവ് തന്നെ പറയണം, അല്ലെ ഭാര്യ തന്നെ പറയണം, നിങ്ങൾ എന്താ ഇങ്ങനെ വ്യത്യാസം വന്നത്? നിങ്ങൾ പണ്ടത്തെ ആളെ ഇല്ലല്ലോ, ഇപ്പോൾ വ്യത്യാസം വന്നുപോയി. അതിനെയാണ് ഞാൻ പറയണത്, പിശാചിലിരുന്ന് ദൂരെ ആകുക. അതിനെ തർക്കിക്കാൻ പോകരുത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇതേപോലെ അപ്പോൾ നമുക്ക് തോന്നും, ഇന്ന് ഞാൻ തർക്കിച്ചില്ലെങ്കിൽ ഇങ്ങനെ എൻ്റെ തലയിൽ കയറി ഇറങ്ങും. ഭർത്താവിന് തോന്നുന്നു, ഇന്ന് ഞാൻ പറയാനുള്ളത് പറഞ്ഞില്ലെങ്കിൽ തലയിൽ കയറി ഇറങ്ങും. അയൽക്കാരൻ ഇന്ന് 6 അടി കയറ്റി പണിഞ്ഞ് ഇന്ന് പോയി തർക്കിച്ച് വഴക്കിന് പോയില്ലെങ്കിൽ അവൻ ഇനിയും ഒരു 4 മീറ്റർ അകത്തേക്ക് വരും. എൻ്റെ തലയിൽ കയറി എൻ്റെ വീട്ടിൽ കയറി താമസിക്കും. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെയാണ് വഴക്ക്, ഇതൊക്കെയാണ് പിശാച് ചെയ്യുന്നത്. ദൈവം അനുവദിക്കാതെ നിൻ്റെ അടുത്ത് ഒരാൾക്കും വരാൻ സാധിക്കില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം അനുവദിക്കാതെ ഒരാൾക്കും വരാൻ സാധിക്കില്ല. അത് ഉൽപ്പത്തി 26:19-22 വായിക്കുമ്പോൾ, അബ്രാമിൻ്റെ മകൻ ഇസഹാക്ക് കിണർ കുഴിക്കും. അവൻ്റെ അച്ഛൻ്റെ കിണർ അബിമലേക്ക് ഫിലിസ്തീയർക്കാർ അത് മൂടും, അസൂയ കൊണ്ട് മൂടുന്നതാണ്. അപ്പോൾ അത് രണ്ടാമത് കിണർ കുഴിക്കാൻ പോകും. അപ്പോൾ നല്ല വെള്ളം വരും, ഉറവ ഉണ്ടാകും. അപ്പോഴത്തേക്ക് അബിമേലെക്കിൻ്റെ ആൾക്കാർ അബിമേലേക്ക് വന്നിട്ട് പറയും, ഇത് പറ്റില്ല, ഇത് ഞങ്ങളെ കിണറാണെന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരിക്കലും ഇസഹാക്ക് പറഞ്ഞില്ല, ഇത് അതിൻ്റെ അച്ഛൻ കുഴിച്ച കിണറാണ്, നീ പൊയ്ക്കോ അവിടെ നിന്ന്. അവിടെ യുദ്ധത്തിന് പോയില്ല, വഴക്കിന് പോയില്ല, അവിടെ വിടും. അവിടെ വിട്ടിട്ട് രണ്ടാമത് കിണർ കുഴിക്കും. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കണം, ഇത് രണ്ടാമത് ഒരു പ്രാവശ്യം വിട്ടുകൊടുത്ത് രണ്ടാമത് കുഴിക്കുമ്പോൾ അവിടെയും ഉറവയുണ്ടാകും, വെള്ളം വരും. അപ്പോഴത്തേക്ക് ഇവർ വന്നിട്ട് പറയും, അബിമേലെക്കും അവരുടെ ആൾക്കാരും വന്ന് പറയും, ഇതും ഞങ്ങളെ കിണറാണ്, നീ ഇവിടെ നിന്ന് വിട്ടുപോകണമെന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. അവിടെ വഴക്കുണ്ടാക്കില്ല. നിനക്കൊരു കിണർ വിട്ടു തന്നല്ലേ, മര്യാദയ്ക്ക് പോയിക്കോ എന്ന് പറഞ്ഞില്ല. ഇത് ഞങ്ങൾ ബുദ്ധിമുട്ടി കുഴിച്ച കിണറാണ്, എൻ്റെ അച്ഛൻ കുഴിച്ച കിണറാണെന്നൊന്നും അധികാരമൊന്നും പറഞ്ഞില്ല. അവിടെയും വിട്ടുപോയി. 3-ാമത്തെ സ്ഥലത്ത് കിണർ കുഴിച്ച് അവിടെ വെള്ളം വന്ന്, പക്ഷേ ഇവർ തർക്കത്തിന് വന്നില്ല, വഴക്കിന് വന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഇത് ദൈവം അനുവദിക്കില്ല, 3-ാമത്തെ പ്രാവശ്യം അനുവദിക്കില്ല. നിങ്ങൾ വിട്ടുകൊടുക്കുമ്പോൾ നിങ്ങൾ വിചാരിച്ചോ 1, 2, 3 പ്രാവശ്യം മാത്രമേ വിട്ടുകൊടുക്കേണ്ട കാര്യമില്ല. 4-ാമത്തെ പ്രാവശ്യം മാനസാന്തരം ഉണ്ടാകും അവിടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങൾ വിചാരിക്കേണ്ട ജീവിതകാലം മൊത്തം എനിക്ക് ഈ പ്രശ്നമായിരിക്കും, ജീവിതകാലം മൊത്തം ഇങ്ങനെ തന്നെ പോകുന്നു ഒന്നും വിചാരിക്കേണ്ട. അപ്പോൾ നമുക്ക് തോന്നും, ഞാൻ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഞാൻ അവിടെ ചെറുതായി പോയല്ലോ എന്ന്. നീ ആരുടെ മുമ്പിലാണ് ചെറുതാകുന്നത്? ദൈവവചനത്തിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി നീ ആരുടെ മുമ്പിലാണ് ചെറുതാകുന്നതോ അവരുടെ മുമ്പിൽ തന്നെ ദൈവം നിന്നെ ഉയർത്തും. അവർ ജീവിച്ചിരിക്കെ നിന്നെ ഉയർത്തും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിൽ ഒരു സംശയം വേണ്ട നിങ്ങൾക്ക്, ഞാൻ ഉറപ്പ് തരാം, അവരുടെ മുമ്പിൽ ദൈവം ഉയർത്തിയിരിക്കും. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ജീവിതകാലത്ത് തന്നെ അവരുടെ മുമ്പിൽ അവരെക്കാളും എത്രയോ ഇരട്ടിച്ച് നിങ്ങളെ ഉയർത്തും ദൈവം. പ്രൈസ് ദി ലോർഡ്. അവമാനപ്പെട്ടെങ്കിൽ അത് ദൈവത്തിന് വേണ്ടിയിട്ടാണ് അമ്മ വിട്ടുകൊടുത്തെങ്കിൽ ദൈവം ഉയർത്തും. അവിടെ പിശാചിന് ചാൻസ് കൊടുക്കരുത്, അവനിക്കൊരു അവസരം കൊടുക്കരുത്, അവൻ ജയിക്കാൻ ഇടയാകരുത്. അപ്പോൾ നമ്മ അവിടെ വഴക്കിടുമ്പോഴത്തേക്ക് പിശാച് അവിടെ നിന്ന് ചോദ്യത്തിൽ നിങ്ങളെ ഫെയിലാക്കി വിടും. നിനക്കെവിടെ ഈശോയുടെ മനോഭാവമുള്ളത്? ഈശോ ആണെങ്കിൽ അവനെ തന്നെ ശൂന്യരാക്കിയതാണ്, നീ ആക്കിയിട്ടില്ല. അപ്പം നീ ദൈവത്തിൻ്റെ മകളില്ല, ദൈവത്തിൻ്റെ മകളെന്ന് ഈശോ പറഞ്ഞെങ്കിലും നീ ഇല്ലെന്ന് പറഞ്ഞ് നിന്നെ ഫെയിലാക്കി. ദൈവത്തിനെ തോൽപ്പിക്കാനാവൻ നോക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതിനൊരു അവസരം നൽകരുത്, വിട്ടുകൊടുക്കുക. വാഗ്വാദത്തിന് പോകരുത്, തർക്കത്തിന് പോകരുത്. പ്രൈസ് ദി ലോർഡ്. വിട്ടുകൊടുക്കുക. അമ്മ മാതാവേ,
ഞങ്ങൾ ഈ മക്കളെ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് ഈ വചനം തന്നതിന് നന്ദി അമ്മ. ഉടമ്പടിയിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണം, ഉടമ്പടി പാലിക്കാനും ഞങ്ങളെ ശക്തിപ്പെടുത്തണം അമ്മ. അമ്മ മാതാവേ, ഞങ്ങളെ ഓരോരുത്തരെയും നിൻ്റെ കരങ്ങളാൽ തൊട്ട് സൗഖ്യപ്പെടുത്തണം. പ്രൈസ് ദി ലോർഡ്.